പക്ഷേ അതിനൊന്നും നിൽക്കാതെ വിൽപ്പനക്കാരൻ തന്നെ ഇതൊക്കെ വാങ്ങുന്ന ആൾ അടച്ചോ എന്നുള്ളതിന്റെ ഫോളോ അപ്പ് കൃത്യമായിട്ടൊന്ന് നടത്തിയാൽ മതി. എന്തിനീ ആവശ്യമില്ലാത്ത വയ്യാവിലിക്കൊക്കെ പോകണം? ഭൂമിയുടെ വിൽപ്പനക്കാരന് അഥവാ പാൻ കാർഡ് കൊടുക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക, 1% പകരം 20% ടാക്സ് അടക്കേണ്ടി വരും. അതുകൊണ്ട് വിൽപ്പനക്കാരും ഞാൻ അടക്കേണ്ട ടാക്സ് താൻ എന്തിനാ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നൊന്നും വാങ്ങുന്ന ആളിനോട് ചോദിക്കാൻ നിൽക്കണ്ട. അതാണ് നിയമം. അപ്പോൾ ഒരൊറ്റ കാര്യം, നിങ്ങൾക്ക് വസ്തു വാങ്ങാനോ വിൽക്കാനോ വാടകയ്ക്കോ എല്ലാം ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ലീഗൽ കാര്യങ്ങളുണ്ടെങ്കിൽ, ഡോക്യുമെന്റേഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. കേരളത്തിൽ വളർന്നു വരുന്ന ഒരു ശൃംഖലയുമാണ്. അതുപോലെ തന്നെ വിദേശത്തുള്ളവർക്കും സർവീസ് കിട്ടും. ഹായ്, ഇന്ന് ഞാൻ ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കാം. അതായത് ക്യാപിറ്റൽ ഗെയിൻ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ TDS എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതെല്ലാം പോട്ടെ, ടാക്സ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. യെസ്. അപ്പോൾ ഭൂമി അഥവാ വസ്തു സംബന്ധമായ ഇടപാടുകൾ നടത്തുമ്പോൾ വരുന്ന ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ സാധാരണ ഒരു എക്സ്പേർട്ടിനെ വെച്ചിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. എന്നാലും അത്യാവശ്യം ഒരു വെടിക്കുള്ള മരുന്നൊക്കെ നമ്മുടെ കയ്യിലും വേണമല്ലോ. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ പറയാൻ ഒരു ശ്രമം നടത്തുന്നു, അത്രയും വിചാരിച്ചാൽ മതി. അതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഭൂമി ഇടപാട് നടത്തുന്ന സമയത്ത് തന്നെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇടപാടും കടന്നു വരുന്നത് 50 ലക്ഷത്തിന് മുകളിലുള്ള ഇടപാട് നടക്കുമ്പോഴാണ് എന്നുള്ളതാണ്. ഞാനിങ്ങനെ പറയാൻ കാരണം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സാധാരണ പണം കൈപ്പറ്റുന്ന ആളാണ് ടാക്സ് അടയ്ക്കേണ്ടത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ 50 ലക്ഷത്തിന് മുകളിലുള്ള ഭൂമി ഇടപാട് നടക്കുമ്പോൾ നമുക്ക് വേണ്ടി ടാക്സ് അടയ്ക്കുന്നത് ഭൂമി വാങ്ങുന്ന ആളായിരിക്കും. അയാളുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടല്ലാട്ടോ അടയ്ക്കുന്നത്. നമുക്ക് തരാനുള്ള തുകയിൽ നിന്ന് ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് 1% പിടിച്ചു വെച്ചിട്ട് വാങ്ങുന്ന ആൾ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ അടയ്ക്കണം എന്നുള്ളതാണ് ചട്ടം. അതുകൊണ്ട് വിൽപ്പനക്കാരും ഞാൻ അടക്കേണ്ട ടാക്സ് താൻ എന്തിനാ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നൊന്നും വാങ്ങുന്ന ആളിനോട് ചോദിക്കാൻ നിൽക്കണ്ട. അപ്പോൾ അങ്ങനെ പിടിച്ചു വെച്ച് ടാക്സ് അടയ്ക്കുന്നതിനെയാണ് TDS അഥവാ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് റൂൾ സെക്ഷൻ 1941A പ്രകാരം വിൽപ്പനക്കാരന് പണം നൽകുന്നതിന് മുമ്പ് നികുതി കുറയ്ക്കേണ്ടത് വാങ്ങുന്നയാളുടെ ബാധ്യതയാണ്. ഭൂമി വാങ്ങുന്ന ആൾ തുക കിഴിച്ചാൽ മാത്രം പോരാ, കിഴിവ് നടത്തിയ മാസാവസാനം മുതൽ 7 ദിവസങ്ങൾക്കുള്ളിൽ ഫോം 26QB ഉപയോഗിച്ച് ഈ TDS കേന്ദ്ര സർക്കാരിൽ നിക്ഷേപിക്കുകയും വേണം. അതായത് ഉദാഹരണം പറഞ്ഞാൽ, ഫെബ്രുവരി 20 ഇടപാട് നടന്നു എന്ന് വിചാരിക്കുക, ടാക്സും ഡിഡക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ പണം ഡിഡക്ട് ചെയ്ത ഭൂമി വാങ്ങിയ ആള് മാർച്ച് 7 മുൻപ് അത് കേന്ദ്ര സർക്കാരിൽ നിക്ഷേപിക്കണം. അതായത് ഫെബ്രുവരി 28 എന്ന് പറയുന്ന മാസാവസാനം മുതൽ 7 ദിവസം, അതാണ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. ഈ തുക അടച്ചതിന് ശേഷം ഭൂമി വാങ്ങുന്ന ആള് സെൻട്രലൈസ്ഡ് പ്രോസസിംഗ് സെല്ലിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഫോം 16B ഡൗൺലോഡ് ചെയ്ത് ഭൂമിയുടെ വിൽപ്പനക്കാരന് കൊടുക്കുകയും വേണം. അതാണ് വാങ്ങുന്ന ആള് ടാക്സ് സർക്കാരിലേക്ക് അടച്ചു എന്നുള്ളതിനുള്ള വിൽപ്പനക്കാരനുള്ള തെളിവ്. ഈ ഫോം 16B പണം അടച്ച ഒരു 10 മുതൽ 15 ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റൂട്ടോ. ഇനി ഈ TDS അടയ്ക്കണം എന്നുണ്ടെങ്കിൽ വിൽപ്പനക്കാരന്റെയും വാങ്ങുന്ന ആളുടെയും പാൻ കാർഡ് നിർബന്ധമായിട്ടും വേണം. അതുപോലെ തന്നെ ഇരു കൂട്ടരുടെയും ആധാർ നമ്പറും വേണ്ടിവരും. ഇത് അടയ്ക്കാനായിട്ട് ഓൺലൈനിൽ പൂരിപ്പിക്കേണ്ട ഫോം നമ്പർ എന്ന് പറയുന്നത് 26QB ആണ്. ഇനി ടാക്സ് അടയ്ക്കുമ്പോൾ വസ്തു സംബന്ധമായിട്ടുള്ള കുറച്ച് രേഖകളും വിശദാംശങ്ങളും കൂടി നൽകേണ്ടി വരും. അതുകൂടി ഞാൻ പറയാം. ആദ്യം വേണ്ടത് രജിസ്റ്റർ ചെയ്ത സെയിൽ അഗ്രിമെന്റിന്റെ ഒരു കോപ്പിയാണ്. കൂടാതെ വസ്തുവിന്റെ വിസ്തീർണം, ലൊക്കേഷൻ, പഴക്കം തുടങ്ങിയ വിശദാംശങ്ങൾ കൂടി വേണ്ടിവരും. ഈ വിൽപ്പനക്കാരന് പാൻ കാർഡ് ഇല്ല എന്ന് വിചാരിക്കുക. അതുമല്ലെങ്കിൽ വാങ്ങുന്ന ആള് ടാക്സ് അടയ്ക്കുന്ന സമയത്ത് വിൽപ്പനക്കാരന് പാൻ കാർഡ് കൊടുക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക, 1% പകരം 20% ടാക്സ് അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് വസ്തു വിൽപ്പന പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ പാൻ മുൻകൂട്ടി എടുത്തു വെക്കുക. ഇനി ഈ കരാർ എഴുതിയിട്ട് ഗഡുക്കളായിട്ടാണ് പണം വിൽപ്പനക്കാരന് നൽകുന്നത് എന്ന് വിചാരിക്കുക. അപ്പോ ഈ TDSും അപ്പപ്പോ തന്നെ ഡിഡക്റ്റ് ചെയ്ത് അടച്ചു പോകണം, അല്ലാതെ അവസാനത്തേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല എന്നുള്ളത് കൂടി ഓർത്ത് വെക്കുക. ഇനി വസ്തു വാങ്ങുന്നത് ഒരു NRIയുടെ കയ്യിൽ നിന്നാണെന്ന് വിചാരിക്കുക. അപ്പോ 20% TDS അടയ്ക്കേണ്ടി വരും. കൂടാതെ TDS തുകയുടെ 10% സർചാർജും TDSും സർചാർജും ചേർത്തിട്ടുള്ള തുകയുടെ 4% സെസ്സും അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി ടാക്സ് ലയബിലിറ്റി ഇല്ലാത്ത NRI ആണെങ്കിൽ ലോവർ TDS സർട്ടിഫിക്കറ്റിനായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാം. ഇനി സാധാരണക്കാർക്കുള്ള അടുത്ത പ്രധാന സംശയം എന്നുള്ളത് ഈ അടച്ച തുക മൊത്തം പോവോ എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്,
ഈ തുക അഡ്വാൻസ് ടാക്സ് ആയിട്ടാണ് അടയ്ക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇത് വിൽപ്പനക്കാരന്റെ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടുമാണ് സർക്കാർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത വരുന്ന സാമ്പത്തിക വർഷത്തിൽ റിട്ടേൺ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടാക്സ് ലയബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് മൊത്തം ഇൻകം, മറ്റു പല ഇൻകംസും അയാൾക്ക് ഉണ്ടാവുമല്ലോ, അങ്ങനെ ആ ഒരു ഇൻകം കണക്ക് കൂട്ടിയതിന് ശേഷം റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ടാക്സ് ലയബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടും. ഇനി വാങ്ങുന്ന ആൾ വിൽപ്പനക്കാരന് കൊടുക്കേണ്ട തുകയിൽ നിന്ന് TDS ഒക്കെ കട്ട് ചെയ്തു, പക്ഷേ സമയത്ത് അടച്ചില്ല, അതുമല്ലെങ്കിൽ അടച്ചതേയില്ല, അങ്ങനെയുള്ള സമയത്തൊക്കെ ഫൈനും പെനാൽറ്റിയും ഒക്കെ വാങ്ങുന്ന ആൾ അടയ്ക്കേണ്ടി വരും. പക്ഷെ അതിനൊന്നും നിൽക്കാതെ വിൽപ്പനക്കാരൻ തന്നെ TDS അടച്ചോ എന്നുള്ളതിന്റെ ഫോളോ അപ്പ് കൃത്യമായിട്ടൊന്ന് നടത്തിയാൽ മതി. എന്തിനീ ആവശ്യമില്ലാത്ത വയ്യാവരിക്കൊക്കെ പോകണം. ഇനി അവസാനമായിട്ട് TDS ഡിഡക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടാൻ വേണ്ടേ എന്ന് ചിലരൊക്കെ ചോദിച്ചേക്കാം. പക്ഷെ ഈ ഒരു കേസിൽ മാത്രം അത് വേണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ്, വസ്തു വിൽപ്പന സമയത്ത് ടാക്സ് അടയ്ക്കേണ്ടാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെ, ഇതൊക്കെ എങ്ങനെ നമുക്ക് കണക്കാക്കാം, എങ്ങനെ ഈ ഒരു രീതിയിലുള്ള ചെലവ് അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് ലാഭമുണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയാം. അപ്പോൾ ബൈ ബൈ.